Hi everyone, welcome back to my channel. Today for a change, my mother is going to show you how to make a Kerala snack recipe. So let's see how she makes it. ആദ്യമായി വേണ്ടത് പീസ് പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഞാൻ ഒരു കപ്പ് എടുത്തത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി അത് വെള്ളം വാർന്നെടുത്ത് വെച്ചതാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഊറ്റിയെടുത്ത് വെച്ച പീസ് പരിപ്പിൽ നിന്ന് കുറച്ച് പീസ് പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കണം. കാരണം അത് ഒരു ക്രഞ്ചി ഫീൽ തരും നമുക്ക് മുഴുവനായിട്ട് കിടക്കുമ്പോൾ. ബാക്കി മിക്സിയിൽ ഇട്ടിട്ട് നല്ല ഒരു വളരെ പേസ്റ്റ് ആക്കാണ്ട് ഒരു ചതഞ്ഞ രൂപത്തിലാക്കി അരച്ചെടുക്കുക. തീരെ വെള്ളം ചേർക്കാണ്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. വെള്ളം അധികമായാൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ സവാള, ഒരു സവാള മതിയാവും. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ ചെറിയ ഉള്ളിയാണ്, അതാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. ഒരുവിധം വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 4-5 ഉള്ളി മതിയാവും. പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് പൊടികളാണ്. പൊടികൾ മുളക് പൊടി, സാധാരണ മുളക് പൊടി, പിന്നെ ക്രഷ്ഡ് ചില്ലിയുടെ പൊടി, ഉപ്പ്, കായപ്പൊടി. കായപ്പൊടിയാണ് ഇതിന് നമുക്ക് ഫ്ലേവർ നന്നായി തരാം. അതുകൊണ്ട് കുറച്ച് അധികം കായപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി എടുക്കണം. അടുത്തതായി ചെയ്യേണ്ടത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോപ്പർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതിനെല്ലാത്തിനെയും ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒരടി അടിച്ച് ചതച്ചെടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നല്ല ചെറുതായിട്ട് നുറുക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിതെല്ലാം ചോപ്പറിലിട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി. ഇനി അടുത്തത് മിക്സിംഗ് ആണ്. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പിനെ ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ്, മുഴുവനായിട്ടുള്ള കടലപ്പരിപ്പിനെ അതിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം ചതച്ചത് അതും ബൗളിലേക്ക് ഇടുക. നമ്മൾ തീരെ വെള്ളം ഇല്ലാണ്ടാണ് ഈ സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. നനവ് തീരെ കുറവേ പാടുള്ളൂ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, പിന്നെ ചതച്ച മുളകിൻ്റെ പൊടി, അത്രയും പൊടികൾ എല്ലാം ഇപ്പോൾ നമ്മളെല്ലാം ബൗളിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. കൈവച്ച് നല്ല കുഴച്ച് അതിനെ എല്ലാത്തിനെയും മിക്സ് ചെയ്യണം. കാരണം ഉപ്പ്, മുളക് എല്ലാം ആ പീസ് പരിപ്പ് ചതച്ചതിലേക്കൊക്കെ നന്നായി ചേരണം. അതിന് ബെസ്റ്റായിട്ട് കൈവച്ച് നമ്മൾ മിക്സ് ചെയ്യാണ് നല്ലത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് അതിലാണ് വരിക. പരിപ്പ് വടയുടെ രുചി ഏറ്റവും കൂടുതൽ ഇത് മിക്സിങ്ങിലാണ് വരിക. അതുകൊണ്ട് നന്നായി കുഴച്ചിട്ട് ബൗളിൽ നല്ല പതിഞ്ഞ പോലെ ആക്കി വയ്ക്കുക. നമുക്കതൊരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിനി അത് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ അതുവരെ അത് അവിടെ ഇരിക്കട്ടെ, ഒന്ന് നന്നായി സെറ്റ് ആവട്ടെ. ഇതാണ് അപ്പോൾ പരിപ്പ് വടയ്ക്കുള്ള ബാറ്റർ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 10 മിനിറ്റ് അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാം. എണ്ണ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പാം ഓയിലാണ്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പാം ഓയിലോ കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണ നല്ല തിളച്ച് വന്നു. നമുക്കതിലേക്ക് മാവ് ഇടാം. മാവ് ഒരു ഉരുള പോലെ കയ്യിലെടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ നല്ല സ്പ്രെഡ് ചെയ്ത് നല്ല പരത്തി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും കട്ടിയില്ലാണ്ട് പരത്തണം. തിക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വേവാനും ബുദ്ധിമുട്ടാവും, ക്രിസ്പിങ്ങും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല അമർത്തി കൊടുത്ത് അതിനെ മെലിഞ്ഞ ഇതുപോലെ ആക്കണം. തിന്നാണെങ്കിലാണ് ക്രിസ്പിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ബ്രൗണായി കുക്കായി തുടങ്ങി കഴിയുമ്പോൾ നമ്മളത് മറിച്ചിടുക.
അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അതിനെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ അത് എണ്ണ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അത് റെഡിയായി, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്പിയായി മുരമുരാന്നുള്ള കേരള നാടൻ പരിപ്പ് വട റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു കാര്യമുള്ളൂ, പരിപ്പ് ഒരു 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കാൻ മാത്രമേ സമയം എടുക്കുള്ളൂ. ബാക്കിയൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടി എനിക്ക്. നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ബൈ.